അന്താരാഷ്ട്ര ടൂറിസം ഓർഗനൈസേഷൻ UNWTO അഥവാ യുണൈറ്റഡ് നാഷണൽ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ രൂപീകൃതമായ വർഷം 1975. UNWTOയുടെ ആസ്ഥാനമാണ് മാഡ്രിഡ്, സ്പെയിനിലെ മാഡ്രിഡ്. ലോക ടൂറിസം ദിനം സെപ്റ്റംബർ 27. UN ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഇയർ 1967. UN ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ടൂറിസം ഫോർ ഡെവലപ്മെൻറ്റായി ആചരിച്ച വർഷം 2017. ഇനി ലോകവ്യാപാര സംഘടന. ലോകവ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാർ അഥവാ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് ഗാട്ട് കരാർ ഒപ്പുവെച്ച വർഷം 1947 ഒക്ടോബർ 30. ഗാട്ട് കരാർ നിലവിൽ വന്നത് 1948 ജനുവരി 1. ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടന നിലവിൽ വരാൻ കാരണമായ ഉച്ചകോടി നടന്നത് 1994 ഏപ്രിൽ 15 മൊറോക്കോയിലെ മാരക്കേഷിൽ വെച്ചായിരുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനമാണ് ജനീവ. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1. WTOയുടെ നിലവിലെ അംഗരാജ്യങ്ങൾ 166. WTOയുടെ 166ാമത്തെ അംഗമാണ് ടിമോർ ലെസ്തെ. WTOയുടെ 165ാമത്തെ അംഗമാണ് കൊമോറോസ്. WTOയുടെ 164ാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ. WTOയുടെ 163ാമത്തെ അംഗമാണ് ലൈബീരിയ. നിലവിലെ ഡയറക്ടർ ജനറലാണ് എൻഗോസി ഒക്കോൻജോ-ഇവേല. ഇനി PQ കോർണർ. താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് UNO സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? 1. ദേശീയ പരമാധികാരവും വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. 2. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. 3. WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യൽ ലൈഡ്സ് ഏജൻസിയാണ്. 4. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 3 ആണ്. WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യൽ ലൈഡ്സ് ഏജൻസിയാണ്. അത് തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. ഇനി UN വിമൻ. വനിതകളുടെ ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയാണ് UN വിമൻ. UN വിമൻ സ്ഥാപിതമായ വർഷം 2010 ജൂലൈ. 1976 മുതൽ 1985 വരെയാണ് ഡീക്കേഡ്സ് ഫോർ വുമൺ ആയി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത്. UN വിമൻ പ്രവർത്തനം ആരംഭിച്ചത് 2011 ജനുവരി 1. ആസ്ഥാനം ന്യൂയോർക്ക്. ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് മിഷേൽ ബാസ്ലെറ്റ്. ചിലിയുടെ മുൻ പ്രസിഡന്റാണ് മിഷേൽ ബാസ്ലെറ്റ്. ചരിത്രത്തിൽ ആദ്യമായി UN വിമണിൻ്റെ ഗുഡ്വിൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷനാണ് ഫർഹാൻ അക്തർ. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാകുക എന്നത് ഭരണകൂടത്തിൻ്റെ കടമയായി UN ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1979. ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള UN സംഘടനയായ ഹി ഫോർ ഷിയുടെ പ്രചാരനായ പ്രശസ്ത ചലച്ചിത്ര നടനാണ് അനുപം ഖേർ. വനിതാ ശാക്തീകരണത്തിലും ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള UN വിമണിൻ്റെ ഇന്ത്യയിലെ വക്താവായി നിയമിതയായ വനിതയാണ് ഐശ്വര്യ ധനുഷ്. UN വിമണിൻ്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് സിമ ബഹൌസ്. ഇനി UN ഇതര അന്താരാഷ്ട്ര സംഘടനകൾ. ഇത്ര നേരം പറഞ്ഞത് UNഉം അതിൻ്റെ അനുബന്ധ ഏജൻസികളുമാണ്. ഇനി അടുത്ത് UN ആൻഡ് ഇതര അന്താരാഷ്ട്ര സംഘടനകൾ. UN അല്ലാത്ത അന്താരാഷ്ട്ര സംഘടനകൾ. 1. കോമൺവെൽത്ത്. ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് കോമൺവെൽത്ത്. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം 1926 ഇംപീരിയൽ സമ്മേളനം. കോമൺവെൽത്ത് എന്ന സംഘടന നിലവിൽ വന്ന വർഷം 1931 ഡിസംബർ 11. ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1949. കോമൺവെൽത്ത് രൂപീകരണത്തിന് കാരണമായ പ്രഖ്യാപനമാണ് ബാൽഫോർ പ്രഖ്യാപനം 1926. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് സ്ഥാപിതമായ വർഷം 1965. കോമൺവെൽത്തിൻ്റെ ആസ്ഥാനമാണ് മാൽബറോ ഹൗസ്, ലണ്ടൻ. കോമൺവെൽത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ്. കോമൺവെൽത്തിൽ 2020 അംഗമായ രാജ്യമാണ് മാലിദ്വീപ്. 2016 പുറത്തുപോയ മാലിദ്വീപ് 2020 വീണ്ടും അംഗമാവുകയായിരുന്നു. കോമൺവെൽത്തിൽ അവസാനം അംഗമായ രാജ്യമാണ് ഗാബോൺ ആൻഡ് ടോഗോ. കോമൺവെൽത്തിൽ നിന്നും ആദ്യമായി പുറത്താക്കിയ രാജ്യമാണ് നൈജീരിയ. കോമൺവെൽത്ത് ദിനമാണ് മാർച്ചിലെ 2ാമത്തെ തിങ്കളാഴ്ച. 2024 കോമൺവെൽത്ത് ദിനം മാർച്ച് 11. കോമൺവെൽത്ത് സംഘടനയുടെ പ്രതീകാത്മക തലവനാണ് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവ്. കോമൺവെൽത്തിൻ്റെ ആദ്യ സെക്രട്ടറി ജനറലാണ് അർണോൾഡ് സ്മിത്ത്, കാനഡ.
കോമൺവെൽത്തിൻ്റെ 5ാമത് സെക്രട്ടറി ജനറലാണ് കമലേഷ് ശർമ്മ. കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് കമലേഷ് ശർമ്മ. 2008 to 2016. കോമൺവെൽത്തിൻ്റെ നിലവിലെ സെക്രട്ടറി ജനറലാണ് പെട്രീഷ്യ സ്കോട്ട്ലൻഡ്. രാജ്യം ഡൊമിനിക്ക. വെസ്റ്റ്മിനിസ്റ്റർ ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന സംഘടനയാണ് കോമൺവെൽത്ത്. കോമൺവെൽത്ത് രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗ് ചോഗം. കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെൻറ്റൽ മീറ്റിംഗ് ചോഗം എന്നാണ് അറിയപ്പെടുന്നത്. കോമൺവെൽത്ത് രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗ് ആണ് ചോഗം അഥവാ കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെൻറ് മീറ്റിംഗ്. ഇന്ത്യ ചോഗം സമ്മേളനത്തിന് വേദിയായ വർഷം 1983. ഗോവ നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ്. ഗോവയിലാണ് നടന്നത്. നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ്. കോമൺവെൽത്ത് വാൽഗ്രേവിസ് കമ്മീഷൻ്റെ ആസ്ഥാനമാണ് ബർക്കിഷർ. UK-യിലെ ബർക്കിഷർ. ഇന്ത്യയിൽ എവിടെയാണ് കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂർ. കോമൺവെൽത്തിൽ നിന്നും ആദ്യമായി പുറത്താക്കിയ രാജ്യമാണ് ഫിജി. ചോഗം സമ്മേളനത്തിന് വേദിയായ ആദ്യ രാജ്യമാണ് സിംഗപ്പൂർ. 1971. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് നൗറുവും തുവാലുവും. ഇനി അടുത്ത സാർക്ക്. സാർക്ക് അഥവാ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് സിയാ ഉൾ റഹ്മാൻ. സാർക്ക് എന്ന സംഘടന നിലവിൽ വന്ന വർഷം 1985 ഡിസംബർ 8. തുടക്കത്തിൽ 7 രാജ്യങ്ങളായിരുന്നു. എന്നാൽ 2007 അഫ്ഗാനിസ്ഥാൻ അംഗമായതോടെ അംഗസംഖ്യ 8 ആയി. സാർക്കിൻ്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1985. സാർക്കിൻ്റെ ആദ്യ സമ്മേളന വേദിയാണ് ധാക്ക, ബംഗ്ലാദേശിലെ ധാക്ക. സാർക്കിൻ്റെ സ്ഥിരം ആസ്ഥാനമാണ് നേപ്പാളിലെ കാഠ്മണ്ഡു. സാർക്കിൻ്റെ ആദ്യ സെക്രട്ടറി ജനറലാണ് അബ്ദുൽ അക്സർ. സാർക്കിലെ ഏറ്റവും ചെറിയ അംഗരാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യയിൽ ആദ്യമായി സാർക്ക് സമ്മേളനം നടന്നത് 1986 ബംഗളൂരു. തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക പുരോഗതിയാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. സാർക്കിലെ ഏറ്റവും വലിയ അംഗരാജ്യമാണ് ഇന്ത്യ. 2018 സാർക്കിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് തിമ്പു, ഭൂട്ടാനിലെ തിമ്പു. ഇനി സാർക്കിലെ അംഗങ്ങൾ: ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മാലിദ്വീപ്. ഇനി ആസിയാൻ അഥവാ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്ന സംഘടന നിലവിൽ വന്നത് 1967 ഓഗസ്റ്റ് 8. ആസിയാൻ്റെ ആസ്ഥാനം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. നിലവിൽ ആസിയാൻ്റെ അംഗസംഖ്യ 10. ആസിയാനിലെ അംഗങ്ങൾ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, ബ്രൂണൈ, മ്യാൻമർ, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം. ആസിയാനിൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യമാണ് കംബോഡിയ. 1999. ആസിയാൻ്റെ ആപ്തവാക്യം വൺ വിഷൻ, വൺ ഐഡൻറ്റിറ്റി, വൺ കമ്മ്യൂണിറ്റി. ആസിയാൻ ചാർട്ടർ നിലവിൽ വന്നത് 2008 ഡിസംബർ 15. ആസിയാൻ്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1976 ബാലി, ഇന്തോനേഷ്യയിലെ ബാലിയിൽ. 1976 ആദ്യ സമ്മേളനം ആസിയാൻ്റെ ദേശീയ ഗാനം അറിയപ്പെടുന്നത് ആസിയാൻ വേ. ആസിയാനിൽ നിരീക്ഷണ പദവിയുള്ള 8ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ആസിയാൻ കരാറിൽ ഒപ്പിട്ടത് 2009 ഓഗസ്റ്റ് 13. ഇത് പ്രാബല്യത്തിൽ വന്നത് 2010 ജനുവരി 1. ആസിയാൻ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 8. 2019 ആസിയാൻ്റെ വേദിയാണ് ബാങ്കോക്ക്, തായ്ലൻഡ്. 2020 അഥവാ 37ാമത് ആസിയാൻ സമ്മേളനം വിയറ്റ്നാം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസിലൂടെ നടന്നു. 2021 ആസിയാൻ്റെ വേദിയാണ് ബ്രൂണൈ. 2022 ആസിയാൻ വേദിയാണ് കംബോഡിയ. 2023 ആസിയാൻ വേദിയാണ് ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ. 2024 ആസിയാൻ്റെ വേദിയാണ് വിയറ്റ്നാം. 2025 ആസിയാൻ വേദിയാണ് ക്വാലാലംപൂർ, മലേഷ്യ. ഇനി യൂറോപ്യൻ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി നിലവിൽ വന്ന വർഷം 1987. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി നിലവിൽ വരാൻ കാരണം റോം ട്രീറ്റി എന്ന് പറയുന്ന സന്ധിയാണ്. മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരം യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി യൂറോപ്യൻ യൂണിയൻ എന്ന പേരിൽ നിലവിൽ വന്ന വർഷം 1993. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്, ബെൽജിയത്തിലെ ബ്രസൽസ്. ദേശീയഗാനം ഒഡേ ടു ജോയ്. യൂറോപ്യൻ യൂണിയൻ്റെ ആപ്തവാക്യം യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളുടെ എണ്ണം 27. അവസാനം യൂറോപ്യൻ യൂണിയനിലെ അംഗമായ രാജ്യമാണ് ക്രൊയേഷ്യ. 2013. യൂറോപ്യൻ യൂണിയനിലെ പൊതു കറൻസിയാണ് യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1. യൂറോയുടെ വിനിമയവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് മാസ്ട്രിച്ച് ഉടമ്പടി. യൂറോ വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1.
യൂറോ അച്ചടിക്കാനുള്ള അധികാരമുള്ളത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ആസ്ഥാനമായുള്ള യൂറോപ്യൻ സെൻട്രൽ ബാങ്കിനാണ്. യൂറോപ്യൻ യൂണിയൻ യൂറോപ്പ് ദിനം ആചരിക്കുന്നത് മെയ് 9. യൂറോപ്യൻ യൂണിയനിൽ നിന്നും അവസാനമായി പുറത്തായ രാജ്യമാണ് ബ്രിട്ടൻ. പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനിൽ അംഗമായ രാജ്യങ്ങളിൽ യൂറോ കറൻസി ഇല്ലാത്ത രാജ്യങ്ങളാണ് ബൾഗേറിയ, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, റൊമേനിയ, സ്വീഡൻ, ക്രൊയേഷ്യ. യൂറോപ്യൻ യൂണിയന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 2012. ബ്രെക്സിറ്റ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടന്റെ പുറത്തുപോകലിനെ സൂചിപ്പിക്കുന്ന പദമാണ് ബ്രെക്സിറ്റ്. ബ്രിട്ടൻ യൂറോപ്യൻ കമ്മീഷനിൽ അംഗമായ വർഷം 1973. ബ്രിട്ടന്റെ യൂറോപ്യൻ യൂണിയനിലെ അംഗത്വം തീരുമാനിക്കാൻ നടത്തിയ എത്രാമത്തെ ജനഹിത പരിശോധനയാണ് 2016 നടന്നത്? 2. രണ്ടാമത്തെയാണ്. ആദ്യത്തേത് 1975 ബ്രെക്സിറ്റ് പോൾ ജനഹിത പരിശോധനയ്ക്ക് ശേഷം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് തെരേസ മേ. ബ്രെക്സിറ്റിൽ നിന്നുള്ള ബ്രിട്ടന്റെ വിടവാങ്ങൽ സുഗമമാക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ കമ്മീഷൻ നിയമിച്ച വ്യക്തിയാണ് മൈക്കൽ ബാർനിയർ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പിരിഞ്ഞു പോകുന്നതോടെ യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 27. ബ്രെക്സിറ്റ് ജനഹിത പരിശോധന നടന്ന സമയത്തെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റാണ് ജീൻ ക്ലോഡ് ജങ്കർ. ബ്രെക്സിറ്റിന്റെ അടയാളമായി ബ്രിട്ടൻ പുറത്തിറക്കിയ നാണയമാണ് 50 പെൻസ്. ബ്രെക്സിറ്റ് മിനിസ്റ്റർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഡേവിഡ് ഡേവിസ്. 2016-2018. ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയ വർഷം 2020 ജനുവരി 31. ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ബോറിസ് ജോൺസൺ. ബ്രിട്ടനിലേക്ക് യൂറോപ്യൻ യൂണിയൻ നിയമിച്ച ആദ്യ അംബാസഡറാണ് ജോല വാലി ഡെ അൽമെയ്ഡ്, പോർച്ചുഗൽ.